ശ്രീ അനിൽകുമാർ, ഇവിടെ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഈ മാസം 25-ന് ഈ കേസ് പരിഗണിക്കും. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വച്ച ഗൗരവതരമായ വിഷയം സുപ്രീം കോടതി അതേ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കുന്നു എന്ന് വേണ്ടേ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ? നമ്മുടെ രാജ്യത്തെ യൂണിയൻ സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ അധികാരപരിധിയിൽ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് ഭരണഘടനാപരമായി വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കേരള സർക്കാർ വളരെ ഫലപ്രദമായ ഒരു വ്യവഹാരത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഗവർണർമാർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയുള്ള വ്യവഹാരം ഒരു ഘട്ടത്തിലാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. അതിലൊരു പ്രധാന തലമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ വായ്പ എടുക്കാനുള്ള അധികാരത്തിന്റെ മേലെയുള്ള കടന്നാക്രമണമാണ്. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ധനക്കമ്മിയുടെ കാര്യത്തിലും കടമെടുക്കുന്ന കാര്യത്തിലും ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന അനുപാതത്തിലെത്തി നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോ കടം എത്ര എടുത്താലും രാജ്യത്തിനൊരു കുഴപ്പവും വരില്ല, ആവശ്യത്തിന് വിദേശ നാണ്യം നമ്മുടെ പക്കലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇന്ത്യക്കില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മറുപടി. കേന്ദ്ര സർക്കാർ എടുക്കുന്ന വായ്പയുടെ പകുതി അടിസ്ഥാനത്തെങ്കിലും വായ്പ എടുക്കാൻ നമുക്കൊരു അനുവാദം വേണ്ടേ? GDP-യുടെ 83% കേന്ദ്രം എടുക്കുന്ന വായ്പ. സംസ്ഥാനത്തിന് ഇപ്പൊ GDP-യുടെ 36% വരെ വായ്പയേ ഉള്ളൂ. വായ്പാ അനുപാതത്തിനകത്ത് അർഹതപ്പെട്ടത് നമ്മൾ എടുത്താൽ അതിന്റെ മേലെ പുതിയ നിയന്ത്രണങ്ങൾ വരികയാണ്. ഉദാഹരണമായി കഴിഞ്ഞ 4 കൊല്ലമായി ട്രഷറിയിലുള്ള സർക്കാർ ജീവനക്കാരുടെ നിക്ഷേപം SB അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാകുമെന്ന് കണക്കാക്കി അതിന്റെ ആവറേജ് എടുത്തിട്ട് അത്രയും തുക കടമെടുക്കുന്നതിൽ നിന്നും കേരളത്തെ വിലക്കിയിട്ട് ഒരാഴ്ചയായില്ല. 5200 കോടി രൂപയുടെ അധിക വിലക്കാണ് ഇപ്പോൾ വന്നത്. എന്നാൽ കേരളം കൃത്യമായി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണക്ക് കൊടുക്കുന്നില്ല എന്നുള്ള വ്യാജമായ ഒരു ആരോപണമാണ് പലരും ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ കാര്യത്തിനും കണക്കുള്ളതാണ്. കാരണം കേന്ദ്ര സോഫ്റ്റ്വെയറിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ത്യ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളമാണെന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പെർഫോമൻസ് ഓഡിറ്റ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം എന്നതിലേക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. മറ്റെല്ലാ മേഖലകളിലും അങ്ങനെയാണ്. നെല്ല് സംഭരണം അടക്കമുള്ള കാര്യങ്ങളിൽ 1000 കോടി രൂപ നമുക്ക് തരാനുണ്ട്. നമ്മുടെ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 636 കോടി രൂപ ഇന്നലെ റിലീസ് ചെയ്യുന്നൊരു തീരുമാനമെടുത്തത്. ഇനിയും നമുക്ക് 400 കോടിയിലേറെ രൂപ ആ ഇനത്തിൽ ലഭിക്കാനുണ്ട്. നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് കേന്ദ്ര വിഹിതം നൽകുന്നത്. കേന്ദ്രം സമയബന്ധിതമായി പണം അനുവദിക്കുന്നില്ല. സംസ്ഥാനം അഡ്വാൻസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കും. പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള അവകാശമില്ല താനും. നിങ്ങൾ കടമെടുത്ത് ഞങ്ങളുടെ പദ്ധതികളെല്ലാം നടപ്പാക്കി തരണം, എന്നാൽ നിങ്ങൾ കടമെടുക്കാനും പാടില്ല. ഇതാണ് കേന്ദ്ര നയം. ഇത് ഫലപ്രദമായി ചോദ്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടായി എന്നുള്ളതാണ് പിണറായി സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ സർക്കാർ നിയമവഴികളിലൂടെയാണ് കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ധനകാര്യ ഫെഡറലിസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്തുന്നത്. അത് മർമ്മത്ത് കൊള്ളുക തന്നെ ചെയ്യും. നിയമം സംസ്ഥാനങ്ങൾക്ക് നീതി നൽകാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ഭരണഘടന അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ രാഷ്ട്രീയപരമായി ഈ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ നിയമപരമായി കൂടി ആ വിഷയത്തെ ബോധ്യപ്പെടുത്താനും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും സംസ്ഥാനത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം ഉയർത്തുകയാണോ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ? സംശയമില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അവരുടെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ദേശീയപാത അതോറിറ്റിക്ക് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന കടം കേന്ദ്ര സർക്കാരിന്റെ കടത്തിന്റെ കണക്കിൽ വരുന്നില്ല. കിബിയുടെ കടം അതിൽ വരും. കിബിയുടെ കടം വരുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എടുത്ത കടം എങ്ങനെയാണ് ഇക്കൊല്ലം വരുന്നത്? ഈ വർഷത്തെ ബഡ്ജറ്റ് അതുമായിട്ട് തന്നെ ബന്ധം. ഈ വർഷം എടുക്കുന്ന പണം കൂട്ടിയാൽ പോരെ? അപ്പൊ ഇത്തരത്തിലുള്ള ഇന്നലെ വരെ ഇല്ലാത്ത നിയന്ത്രണങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം നടപ്പാക്കുക. നമ്മുടെ കേരള ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കേന്ദ്ര വിഹിതം എത്താൻ വരും.
അത് പൊതുവായിട്ടൊരു മാനദണ്ഡമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടിയ പണം നമ്മൾ കണക്കാക്കുന്നു, അത്ര കണക്കാക്കുക. അധികം വരും അല്പം കൂടി. അത് വെച്ചിട്ട് ബഡ്ജറ്റ് ഉണ്ടായി, ബഡ്ജറ്റ് പാസ്സായി കഴിയുമ്പോൾ കേന്ദ്രം പറയുകയാണ് നിങ്ങൾക്ക് ഒരു 20,000 കോടി രൂപ കുറവാണ്. ആ 20,000 കോടി രൂപ കുറവാണെന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ താമസിച്ചാൽ അതിന്റെ പേരിൽ ചട്ടിയും എടുത്തുകൊണ്ട് കുറെ പറഞ്ഞു മാധ്യമങ്ങൾ കടന്നാക്രമിക്കും. എങ്ങനെയാണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേമം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാക്കേണ്ടത്, സാധാരണക്കാരന് ക്ഷേമം എത്തിക്കുന്നതിൽ സർക്കാരിന് തടയേണ്ടത്? ആ മർമ്മത്താണ് കേന്ദ്രം അടിക്കുന്നത്. കേരള സർക്കാരിന് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തിയില്ലാതാക്കുക, വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തിയില്ലാതാക്കുക, കോർപ്പറേറ്റുകളുമായി മത്സരിക്കാൻ കേരള സർക്കാരിന് പ്രാപ്തിയില്ലാതാക്കുക എന്നതാണ് കേന്ദ്ര നയം. ആ നയത്തിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിനോടൊപ്പം നിയമപരമായി നമുക്ക് മുന്നോട്ട് പോകാനാവും. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഭാവിയിൽ ഒരു പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു ബെഞ്ച് മാർക്കായി കേസ് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. പക്ഷേ അപ്പോഴും അവിടെ കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങളെ വിമർശിച്ചു നിൽക്കുന്ന, നിങ്ങളോട് സഹകരിക്കാതെ നിൽക്കുന്ന കോൺഗ്രസിനെ കാണാതെ പോകരുത്. അനിൽകുമാർ, കോൺഗ്രസ് ധനകാര്യ ഫെഡറലിസത്തോട് പൊരുത്തപ്പെടാത്തൊരു പ്രസ്ഥാനമാണ്. അവരധികാരത്തിൽ ഇരുന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടുന്നു മാത്രമല്ല, ഏകാധിപത്യപരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റുകൾ പ്രവർത്തിച്ചത്. സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ സമീപനമാണ്, കോൺഗ്രസിന്റെ സമീപനമാണ്. അതേ സമീപനം നരേന്ദ്രമോദി എതിർക്കുമ്പോൾ ഇത് ഞങ്ങൾ പണ്ടെടുത്ത സമീപനമാണ് എന്നുള്ള വിധേയത്വപൂർണമായ ഒരു ചാഞ്ചാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ചില വർത്തമാനങ്ങൾ വേണ്ടിവരും. ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഒരു വഞ്ചന ഞാൻ പറയാം. ബോംബെയില് അവിടെ കടൽപ്പാലം വരുന്നു. ബോംബെയിലെ കടൽപ്പാലം കൊള്ളാം, വളരെ കൊള്ളാം. പക്ഷെ അതിന് വായ്പ കൊടുക്കുന്ന ആരാണ്? ജെയ്ക്ക. ഇതേ ജെയ്ക്ക തന്നെ കേരളത്തിൽ കേരളിന് വേണ്ടി പദ്ധതിയായിട്ട് വന്നപ്പോൾ കെ സുധാകരൻ പറയുന്നത് എന്താണ്? കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് ജെയ്ക്കയുമായി കരാറുണ്ടാക്കുന്നത്. ജെയ്ക്ക വന്ന് മഹാരാഷ്ട്രത്തിൽ കടൽപ്പാലം ഉണ്ടാക്കിയ സുധാകരന് പരാതിയില്ല, കോൺഗ്രസിന് പരാതിയില്ല. ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. കേരളത്തിലൊന്നും നടക്കരുത്. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ വരുന്നതിലും കോൺഗ്രസിന് പരാതിയില്ല. ഇവിടെ കേരളയിലെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പരാതി. അത് മാത്രമല്ല, ഇപ്പോ ഉദാഹരണമായിട്ട് നമോ തീവണ്ടി വന്നിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക്. ഡൽഹി മീററ്റ് തീവണ്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്, കേരളയിലിന് സമാനമാണ്, സ്റ്റാൻഡ് അലോൺ ആണ്. അതിന് ഏതാണ്ട് 73 കിലോമീറ്റർ നീളത്തിന് 15,000 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ കൊടുക്കുകയും അവിടങ്ങളിൽ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന് പാക്കേജ് ഇല്ല. ഇപ്പൊ കൊച്ചി വന്നിട്ട് ഇവിടുന്ന് കടന്നുപോയ ലക്ഷദ്വീപിലെത്തിയ പ്രധാനമന്ത്രി ലക്ഷദ്വീപിന് പാക്കേജ് പ്രഖ്യാപിച്ചു. കേരളത്തിന് പാക്കേജ് ഇല്ല. കർണാടകത്തിന് പാക്കേജ് ഉണ്ട്, മഹാരാഷ്ട്രത്തിന് പാക്കേജ് ഉണ്ട്, ഗുജറാത്തിന് പാക്കേജ് ഉണ്ട്, കേരളത്തിന് പാക്കേജ് ഇല്ല. അപ്പൊ കേരളത്തിന് പാക്കേജുകളില്ല, അർഹതപ്പെട്ടത് പോലുമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സ് നമ്മൾ നടത്തിയപ്പോ നവകേരള സദസ്സിനോടുള്ള അസ്വസ്ഥത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് തുറന്നു കാട്ടപ്പെടും എന്നുള്ളതിന്റെ ഭീതിയായിരുന്നു. അവരുടെ ഭീതി എത്രയായിരുന്നാലും നവകേരള സദസ്സ് ആ ദൗത്യം നിർവഹിച്ചു. ഇനി നിയമപരമായുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിലേക്ക് പോരാട്ടത്തിന്റെ മുഖവുമായി കടന്നു പോകാൻ പോകുന്നത്. കേരളത്തിന് വേണ്ടി ആരുണ്ട് ശ്രദ്ധിക്കാൻ എന്ന ചോദ്യത്തിന് കേരളത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ ഡൽഹിയിലേക്ക് എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ഫെബ്രുവരി മാസത്തിൽ ആ പ്രക്ഷോഭണം ഇന്ത്യ കാണാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സംസാരിച്ചതിനായി.